നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ടുള്ളത് എന്ത് കാര്യമാണ്? നമ്മൾ ഗ്രീറ്റിങ്സ് പറഞ്ഞു, പേര് പറഞ്ഞു, ഇനി സ്ഥലം അല്ലേ? അപ്പോൾ നമ്മുടെ സ്ഥലം, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, എന്നെങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? പല ഫ്രേസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പം അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫ്രേസാണ് ഐ ആം ഫ്രം. ഐ ആം ഫ്രം. ഐ ആം ഫ്രം എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തിന്റെ പേര് പറയാം. ഇപ്പം എന്നോടൊരാൾ ചോദിക്കുകയാണ് വേർ ഡു യു കം ഫ്രം, അല്ലെങ്കിൽ വെ ആർ യു ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ്? ഐ എം ഫ്രം പത്തനംതിട്ട, അല്ലെങ്കിൽ ഐ എം ഫ്രം കൊച്ചി, ഐ എം ഫ്രം ട്രിവാൻഡ്രം. അപ്പം ഐ എം ഫ്രം എന്ന ഫ്രേസ് യൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് പറയാം. സോ അപ്പം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൺവേഡ് ആകും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രേസ് അല്ലേ ഐ എം ഫ്രം. ഇൻ എനി കേസ്, ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ വിദേശത്താണ് താമസിക്കുന്നതെങ്കിൽ, നിങ്ങൾ വിദേശത്താണ് താമസിക്കുന്നത്, അപ്പം നിങ്ങളുടെ സ്ഥലത്തല്ല, നിങ്ങൾ എവിടെയാണോ ജനിച്ചു വളർന്നത് അവിടെയല്ല നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾ വിദേശത്താണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്ഥലത്തിന്റെ പേര് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഐ കം ഫ്രം ഇന്ത്യ, അല്ലെങ്കിൽ ഐ കം ഫ്രം കേരള, ഐ കം ഫ്രം പത്തനംതിട്ട. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ പുറത്ത് ഏതെങ്കിലും സ്ഥലത്താണ്, നിങ്ങളുടെ സ്ഥലത്തല്ല നിങ്ങളുള്ളത്. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, സോ യു ക്യാൻ സേ ഐ കം ഫ്രം. ഓക്കെ, ഐ കം ഫ്രം പാലക്കാട്, ഐ കം ഫ്രം തൃശ്ശൂർ, ഐ കം ഫ്രം കൊച്ചി. ഐ കം ഫ്രം എന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്ഥലത്തിന്റെ പേരും കൂടി ചേർത്താൽ മതി. സിമ്പിൾ അല്ലേ? ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ച സ്ഥലവും ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നതും സെറ്റിൽഡ് ആയിട്ടുള്ള സ്ഥലവും വ്യത്യാസമാണ്. ഓക്കെ, നിങ്ങൾ ജനിച്ചതൊരിടത്ത്, നിങ്ങൾ സെറ്റിൽ ആയിരിക്കുന്നത് മറ്റൊരിടത്ത് അല്ലെ? അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ജനിച്ച സ്ഥലവും പറയണം, നിങ്ങൾ ഇപ്പോൾ സെറ്റിൽ ആയിരിക്കുന്ന സ്ഥലവും പറയണം, ഒരുമിച്ച് പറയണം. എങ്ങനെ പറയും നോക്കാം. ഐ ആം ഒറിജിനലി ഫ്രം, നിങ്ങൾ ജനിച്ച സ്ഥലം. നൗ ഐ ആം ബേസ്ഡ് ഇൻ, നിങ്ങൾ ഇപ്പോൾ സെറ്റിൽ ആയിരിക്കുന്ന സ്ഥലം. ഐ ആം ഒറിജിനലി ഫ്രം, ഞാൻ ശരിക്കും വരുന്നത് ഐ ആം ഒറിജിനലി ഫ്രം പത്തനംതിട്ട. ഐ എം ഒറിജിനലി ഫ്രം പത്തനംതിട്ട, ഞാൻ ശരിക്കും പത്തനംതിട്ടയിൽ നിന്നാണ് ഉള്ളത്. നൗ ഐ എം ബേസ്ഡ് ഇൻ, പക്ഷെ ഇപ്പോൾ ഞാനുള്ളത് നൗ ഐ എം ബേസ്ഡ് ഇൻ കൊച്ചി, ഇപ്പോൾ ഞാനുള്ളത് കൊച്ചിയിലാണ്. ഐ എം ഒറിജിനലി ഫ്രം പത്തനംതിട്ട, നൗ ഐ എം ബേസ്ഡ് ഇൻ കൊച്ചി. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ്, ഇപ്പോൾ സെറ്റിൽ ആയിരിക്കുന്നത് കൊച്ചിയിലാണ്. സോ നിങ്ങൾ ജനിച്ച സ്ഥലം വേറെയും സെറ്റിൽ ആയിരിക്കുന്ന സ്ഥലം വേറെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്ഥലത്തിന്റെ കാര്യം മെൻഷൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് പഠിച്ചു. ഐ എം ഫ്രം പഠിച്ചു, ഐ എം ഫ്രം പത്തനംതിട്ട, ഐ കം ഫ്രം പത്തനംതിട്ട, ഐ എം ഒറിജിനലി ഫ്രം പത്തനംതിട്ട, നൗ ഐ എം ബേസ്ഡ് ഇൻ കൊച്ചിൻ. സോ ഈ 3 ഫ്രേസസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുക. യൂസ് ചെയ്താൽ മാത്രമേ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. പല സിറ്റുവേഷനിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കോളിംഗ് ആക്ടിവിറ്റിയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനേഴ്സിലൂടെ ആണെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അത് എവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്യുക. ക്ലാസ്സസ് നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ഫ്രേസസ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ. പിന്നെ കാണാപ്പാഠം പഠിക്കാതിരിക്കുക, അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. കാണാപ്പാഠം പഠിക്കരുത്, ഒരു ഫ്രേസും കാണാപ്പാഠം പഠിക്കരുത്, അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ.